നമസ്കാരം. ഞളേറെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 4.5 പതിറ്റാണ്ടുകാലത്തോളമായി കർഷകർക്ക് ഉപകാരപ്രദമാകാതെ കിടക്കുകയാണ് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഈ പദ്ധതി ഇനിയും പ്രാവർത്തികമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിലാണ് ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചത്. 1978 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കാർഷിക മേഖലയ്ക്ക് ജലസേചനം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. 5000 ഏക്കർ കൃഷിക്ക് പദ്ധതി ഗുണകരമാവുമായിരുന്നു. എന്നാൽ 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി കർഷകർക്ക് പ്രയോജനകരമാകാൻ സാധിച്ചിട്ടില്ല. പദ്ധതിക്കായി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 1978 പ്രവൃത്തികൾ തുടങ്ങിയ പദ്ധതി 2001 ഭാഗികമായി കമ്മീഷൻ ചെയ്തത്. ഭാരതപ്പുഴയിലെ കണ്ണന്നൂർ കയത്തിൽ നിന്ന് പമ്പിംഗ് നടത്താനായി പമ്പ് ഹൌസും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു. പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 170 മീറ്റർ അപ്പുറത്ത് കനാലിലെത്തിച്ച് ജലസേചനം നടത്താനായിരുന്നു പദ്ധതി. കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി 1.5 കിലോമീറ്റർ വരെ പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്നതൊഴിച്ചാൽ പിന്നീട് പദ്ധതി നിലച്ചു. എന്നാൽ കർഷകർക്ക് ഉപകരിക്കാത്ത പദ്ധതിക്കായി പലതവണ സർക്കാർ ഫണ്ട് അനുവദിച്ചു. നവീകരണത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും പേരിൽ ഫണ്ട് ചെലവഴിക്കാനുള്ള പദ്ധതിയായി തേനാമ്പാറ പദ്ധതി മാറിയെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആക്ഷേപം. ലാസ്റ്റ് ഈ മുണ്ടകൻ കൃഷി അവസാന ഘട്ടത്തിൽ ആണ് ഇപ്പോൾ ഈ വെള്ളത്തിന്റെ ഒരു ആവശ്യം വരുന്നത്. അതൊരു നവംബർ ഡിസംബർ മാസത്തിലാണ്. വളരെ കുറഞ്ഞ സമയമാണ് വെള്ളം വേണ്ടുള്ളൂ. ഈ പദ്ധതി ഓരോ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥർ ഓരോ ഫണ്ടുകൾ വെക്കുന്നു, പണി നടക്കുന്നു. ഏകദേശം എൻ്റെ കണക്കിലൊരു 40 കോടിയൊക്കെ ആയി ഉണ്ടാവും എന്നാണ് ഏകദേശം ഒരു നിഗമനം. അത് ഇന്ന് വരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അത് ഈ കണ്ണന്നൂർ പാടശേഖരത്തിക്ക് കൂടി ഉപയോഗപ്രദമായ രീതിയിൽ അതിന് വേണ്ട നടപടികൾ ഈ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ ജലസേചന പദ്ധതിയുടെ ഗുണം ലഭിക്കാത്തതിനാൽ കണ്ണന്നൂർ പാടശേഖരത്ത് പോലും കർഷകർക്ക് കൃഷി ഇറക്കാനാവില്ല. കഴിഞ്ഞ തവണ 55 ഏക്കറോളം സ്ഥലം കൃഷിയിറക്കാതെ കർഷകർ പ്രതിഷേധം അറിയിച്ചു. എന്നിട്ടും അധികൃതർ കുലുങ്ങിയില്ല. വീണ്ടും മഴയെ ആശ്രയിച്ച് കൃഷി പുനരാരംഭിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. വേനലിലും വെള്ളം ലഭിക്കുന്ന തേനാമ്പാറ പദ്ധതി ഇവിടുത്തെ കർഷകരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പ്രതീക്ഷയാണ് ഇപ്പോഴും അനന്തമായി നീളുന്നത്. CCTV ന്യൂസ്, തൃത്താല. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മദ്രസാധ്യാപകന് പരിക്ക്. കൂട്ടുപാത കട്ടിൽമഠം സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച രാവിലെ 11:30 അപകടം. ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോകുകയായിരുന്ന ബസ്സിലേക്ക് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. JCBയെ മറികടക്കാൻ ഇരുചക്രവാഹനം ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. കുറ്റിപ്പുറം സ്വദേശിയായ മദ്രസ അധ്യാപകനാണ് പരിക്കേറ്റത്. തലയ്ക്കും മുഖത്തും കാലിനും പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട ബസ്സുകാർ തന്നെയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ഒരു JCBനാണ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആള് നല്ല സ്പീഡിലായിരുന്നു. സ്പീഡിൽ വന്നിട്ട് നമുക്ക് പരമാവധി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഒതുക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് നമ്മൾ ഇത്രയധികം സ്പേസിലാണ് വണ്ടി ഒതുക്കിയിട്ടുള്ളത്. ഒതുക്കി നമ്മളിവിടെ നിർത്തി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടാണ് മുകളിലേക്ക് വന്നിട്ട് കയറി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചു. ആ ഡോക്ടർക്ക് അയാൾക്ക് ബോധം വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ റോങ് സൈഡ് കയറി JCB റോങ് സൈഡ് കയറിയിട്ടാണ് വന്നത്. അയാൾ തന്നെ പറഞ്ഞു. അതുപോലെ അവരെ വീട്ടുകാരെ വിളിച്ചു, വളാഞ്ചേരിയിൽ നിന്ന് വരാൻ വേണ്ടി. ഇതുവരെ ഞാൻ അവിടെ നിന്നു. ഇപ്പോഴാണ് പറഞ്ഞത്. അവരെ വിളിച്ചു, അവർ വന്നിട്ടാണ് അവരോട് സംസാരിച്ചിട്ട് നമ്മുടെ നമ്പർ കൊടുത്തത്, എല്ലാം കൊടുത്തത്. MT ദാമോദര പണിക്കർ സ്മാരക പുരസ്കാരത്തിന് പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനം ഓങ്ങല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T സത്യനാഥൻ അർഹനായി. ഈ മാസം 25-ന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന MT ദാമോദരൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയ പ്രഥമ ദാമോദര പണിക്കർ പുരസ്കാരം ഓങ്ങല്ലൂരിലെ പാലിയേറ്റീവ് മേഖലയിൽ സമർപ്പിത സേവനം നടത്തുന്ന ജീവനം ഓങ്ങല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T സത്യനാഥന് നൽകുന്നത്. 10,000 രൂപയും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കക്ഷി രാഷ്ട്രീയ പരിഗണനക്കതീതമായി ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും വിഭവസമാഹരണം നടത്തി അർഹതപ്പെട്ടവർക്ക് യഥാവസരം സഹായം എത്തിക്കുന്നതിലും ജീവനം ഓങ്ങല്ലൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് അവാർഡിന് പരിഗണിച്ചത്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതിൽ സംഘടനയുടെ ഇടപെടൽ ശ്രദ്ധേയമാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും തുടർ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ജാഗ്രത കൂടി പരിഗണിച്ചാണ്
ടി സത്യനാഥിന് പുരസ്കാരം നൽകുന്നുവെന്നും പുരസ്കാര നിർണയ സമിതി ഭാരവാഹികളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരം ഇത്തവണ മുതൽക്ക് ആരംഭിക്കുകയാണ്. പ്രാദേശികമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് പ്രത്യേകിച്ച് മറ്റ് പുരസ്കാരങ്ങൾക്കൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്ന സന്ദർഭത്തിലും അവരുടെ സേവനത്തെ മാനിച്ചുകൊണ്ട് ഒരു പുരസ്കാരം നൽകുക എന്നതാണ് പണിക്കരുടെ കുടുംബാംഗങ്ങൾ പുരസ്കാര നിർണയ സമിതിയോട് അഭ്യർത്ഥിച്ച ഒരു കാര്യം. ഇതിൻ്റെ ഭാഗമായി ഇത്തവണ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ പുരസ്കാരം നൽകുക എന്നതിലാണ് പുരസ്കാര നിർണയ സമിതി എത്തിച്ചേർന്നത്. കഴിഞ്ഞ 10 വർഷമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവനം ഓങ്ങല്ലൂർ എന്ന സംഘടനയെ അതിൻ്റെ പ്രവർത്തനത്തെ പരിഗണിച്ചുകൊണ്ടും അതിന് നേതൃത്വം നൽകുന്നവർക്ക് ഒരു അംഗീകാരം എന്ന നിലയ്ക്കും ഈ വർഷത്തെ MT ദാമോദര പണിക്കർ അനുസ്മരണ പുരസ്കാരം ശ്രീ ടി സത്യനാഥിന് നൽകുന്നതിന് പുരസ്കാര നിർണയ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പരിചരണങ്ങൾ അർഹിക്കുന്ന ആളുകളെ ആ അർത്ഥത്തിൽ പരിഗണിക്കുകയും ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് അവർക്ക് ആശ്വാസം എത്തിക്കുകയും ചെയ്യുന്നു എന്നതിലാണ് ജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനാ മേഖലയായി പുരസ്കാര സമിതി കണ്ടെത്തിയിട്ടുള്ളത്. ഡോക്ടർ CP ചിത്രഭാനു, റിട്ടയർഡ് DEO P നാരായണൻ, MT കൃഷ്ണനുണ്ണി എന്നിവരടങ്ങുന്ന സമിതിയായിരുന്നു പുരസ്കാര നിർണയം നടത്തിയത്. നിലവിൽ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കൂടിയാണ് ടി സത്യനാഥൻ. സെപ്റ്റംബർ 25 വൈകുന്നേരം 4:30 അണ്ടലാടി മേഖലയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് പുരസ്കാരം സമ്മാനിക്കും. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ, സാംസ്കാരിക പ്രവർത്തക ശ്രീജ ആറുങ്ങോട്ടുകര, പെൻഷനേഴ്സ് യൂണിയൻ നേതാവ് M രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ബീന ആർ ചന്ദ്രന്റെ ഏകപാത്ര നാടകം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ CP ചിത്രഭാനു, MT കൃഷ്ണനുണ്ണി, MP ഗോപിനാഥൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സെപ്റ്റംബർ 25 ശ്രീ ദാമോദര പണിക്കരുടെ 5ാമത് അനുസ്മരണ ദിനമാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങിൽ വെച്ച് പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ TK നാരായണദാസ് പുരസ്കാരം വിതരണം ചെയ്യും. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ P നാരായണൻ, അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകയായിട്ടുള്ള ശ്രീജ ആറങ്ങോട്ടുകര, അതുപോലെ തന്നെ ശ്രീ ദാമോദര പണിക്കരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിൽ ഒന്നായ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ നേതാവ് ശ്രീ M രാമചന്ദ്രൻ എന്നിവർ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ മികച്ച ചലച്ചിത്ര നടിക്കുള്ള പുരസ്കാരം പങ്കുവച്ച ബീന ആർ ചന്ദ്രനെ ആ സദസ്സിൽ വെച്ച് ആദരിക്കും. ഈ മേഖലകളിൽ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. മേഴത്തൂർ മോസ്കോ റോഡിലെ കരിങ്കൽ ക്വാറിയിൽ നിന്നും മൈനിങ്ങിനിടെ കല്ല് തെറിച്ച് വീണത് വീടിന്റെ അടുക്കളയിലേക്ക്. വീടിന്റെ അടുക്കളയുടെ മേൽക്കൂര തകർത്ത് ഉഗ്രശബ്ദത്തോടെ തൊട്ടരികിൽ ഭീമൻ കരിങ്കൽ കഷ്ണം വീണതിന്റെ ആഘാതത്തിലാണ് റസീന. തലനാരിഴയ്ക്കാണ് റസീന ജീവനോടെ രക്ഷപ്പെട്ടത്. മേഴത്തൂർ മോസ്കോ റോഡിലെ ചന്ദനപ്പടി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹരിദാസൻ കരിങ്കൽ ക്വാറിയാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്. 3 വർഷക്കാലത്തിലേറെയായി ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം 2 മണിക്കാണ് ക്വാറിയിൽ നിന്നും 3 കിലോയിലധികം തൂക്കം വരുന്ന കരിങ്കൽ ചീള സമീപത്തെ വീടിന്റെ അടുക്കള മുകളിലേക്ക് വീണത്. അടുക്കളയുടെ മേൽക്കൂര തകർന്നു. അടുക്കള ജോലിയിലായിരുന്ന സിദ്ദിഖിന്റെ ഭാര്യ റസീനയുടെ ദേഹത്ത് വീഴാഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. കുളി കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി വരുന്നു. അപ്പോൾ സൗണ്ട് ഇട്ട് നോക്കിയത്. അപ്പം അങ്ങനെ ഇവിടെ വന്ന് കല്ല് വീണിട്ട് തിരിച്ചു. എന്തോ ഭാഗത്തിന് മേൽ തട്ടിയില്ല. പിന്നെ ഇവിടെ മുന്നേ വിള്ളലാണിങ്ങനെ വെടി പൊട്ടുമ്പോഴൊക്കെ അല്ലേ വിള്ളലോണൊക്കെ. മാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ പ്രദേശത്തെ മറ്റൊരു വീട്ടിലേക്കും കല്ല് പതിച്ചതായി നാട്ടുകാർ പറയുന്നു. 10 ദിവസം മുമ്പ് ഇതുപോലെ അവർക്ക് നല്ല സൗണ്ടിലായിരുന്നു പൊട്ടിച്ചിരുന്നത്. അപ്പം നമ്മളെ വീട് 1 കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മുടെ വീട്ടിൽ ഭയങ്കര കുലുക്കുണ്ടായി. അതിനുശേഷം ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞ് അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത്. ഒരാഴ്ചയായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞിട്ട് 5-6 മാസം മുന്നേ തൊട്ട വീട്ടിൽ തന്നെ ഇതേപോലെ ഒരു അപകടം ഉണ്ടായതാണ്. അത് പിന്നെ അധികാരിക കണ്ണിലൊന്നും പെടാതാണ്ട് രക്ഷപ്പെട്ടു പോയതാണ് അവർ. ഇപ്പോൾ ഇതാ വീണ്ടും ഭയാനകമായിട്ട് കാര്യങ്ങൾ ഇതാ വീണ്ടും നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ ഇന്നും തുടർച്ചയായിട്ട് വീണ്ടും ഇത് തുടങ്ങിയത്. ക്വാറി പ്രവർത്തനം മൂലം വീടുകളുടെ തറയും ചുവരും വിണ്ടുകീറുന്നുണ്ട്.
ജില്ലാ കളക്ടർ, തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ക്വാറി പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ക്വാറിയിലെ അനിയന്ത്രിത മൈനിംഗ് മൂലം സമീപത്തെ ക്ഷേത്രക്കുളം വരെ തകർച്ച സംഭവിച്ചതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കൂടാതെ അതിരൂക്ഷമായ പൊടിശല്യവും ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ വീടാണ്. അവിടെ കോറിയിൽ നിന്ന് കല്ല് കൊണ്ടിട്ട് ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾ കോറിയിൽ ഒരിക്കൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ പേരിൽ കേസും ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ അതേമാതിരി ഇവിടെ ഇപ്പോൾ എത്ര വീടുകളൊക്കെ കൊണ്ട് കിടക്കുകയാണ്. ആ ക്ഷേത്രക്കുളം ഇടിഞ്ഞ് പൊട്ടിച്ചാടി കിടക്കുന്നു. ഈ കോറി കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നോക്കില്ല. റോട്ടിലാണെച്ചാൽ പൊടി പാറിയിട്ടും വണ്ടികൾ ഓടിയിട്ടും അങ്ങനെയായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഇവിടെ ആകെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും കോറി ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴാണ് കല്ല് വന്ന് വീണിട്ട് ആ സ്ത്രീയുടെ മേൽക്ക് വീണില്ല, എൻ്റെ മരുകളുടെ മേൽക്ക് വീണ്ടാണ്. അവിടെ ആകെ ബേജാറായിട്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. മൈനിംഗ് ടൈമിൽ വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികളിൽ പലരും. CCTV ന്യൂസ്, തൃത്താല. വയനാട് ദുരിതബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാർ വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാടിനോട് വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മേലെ പട്ടാമ്പി കോൺഗ്രസ് ഭവനിലുമായിരുന്നു പ്രകടനം ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന പ്രതിഷേധ പൊതുയോഗം KPCC മുനംഗം ET ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ കീഴായൂർ അധ്യക്ഷനായിരുന്നു. ജിതേഷ് മോഴിക്കുന്നം, C കൃഷ്ണദാസ്, PP വാഹിദ്, KT സൈദലവി, C അനീഫ മാനു, അനീഫ, മുനീർ, വാഹിദ്, മൻസൂർ, പ്രസാദ്, K ഷൗക്കത്ത് തുടങ്ങിയവരും പ്രകടനത്തിന് നേതൃത്വം നൽകി. KMCC ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി MSFുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ഈ മാസം 21-ന് കൊപ്പം കരിങ്ങനാട് വെച്ച് നടക്കും. 60ഓളം അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KMCC ഖത്തർ പട്ടാമ്പി MSF മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ ഏറ്റവും അർഹരായ 60ഓളം വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷത്തേക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നത്. ഏകദേശം 6 ലക്ഷത്തോളം രൂപയുടെ സ്കോളർഷിപ്പാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യം എന്ന പേരിൽ നടത്തിവരുന്ന റമദാൻ റിലീഫിന്റെ ഭാഗമായിട്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ചിറക് എന്ന പേരിൽ നാമകരണം ചെയ്ത ഈ പദ്ധതിയുടെ വിതരണമാണ് ഈ വരുന്ന ശനിയാഴ്ച 21-ാം തീയതി സെപ്റ്റംബർ 21-ന് കരിങ്ങനാടുള്ള സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പ്രമുഖരുടെ നേതൃത്വത്തിൽ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഇതിൻ്റെ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് മണ്ഡലം MSF കമ്മിറ്റി വഴി അവരുടെ ആ സെലക്ട് ചെയ്തിട്ടുള്ള ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അത്രയും അർഹതപ്പെട്ട ആളുകളെ അവർ തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഖത്തർ KMCC എല്ലാ വർഷവും പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരാറുണ്ട്. വിദ്യാഭ്യാസ പദ്ധതിയും അതുപോലെ രോഗ ചികിത്സ, അതുപോലെ ഭവന നിർമ്മാണ സഹായം. ഓരോ വർഷത്തിലും 10 ലക്ഷത്തിലധികം സഹായങ്ങൾ നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിൻ്റെ കീഴിൽ നടത്തി വരാറുണ്ട്. ഈ മാസം 21-ന് രാവിലെ 9 മണിക്ക് കരിങ്കനാട് സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, VK ശ്രീകണ്ഠൻ MP, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തുടങ്ങിയവരും പങ്കെടുക്കും. വയനാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച വൈറ്റ് കാർഡ് അംഗങ്ങൾക്കുള്ള ആദരവും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. പട്ടാമ്പിയുടെ MSF മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള 8 മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 60ഓളം കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ ഏകദേശം 10,000 രൂപയുടെ
രൂപയോളം വരുന്ന സ്കോളർഷിപ്പാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 6 ലക്ഷം രൂപ തുകയുടെ ഒരു പദ്ധതിയുടെ വിതരണമാണ് അടുത്ത ദിവസം ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാലക്കാടിൻ്റെ MP ആദരണീയനായ ശ്രീ VK ശ്രീകണ്ഠൻ, അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ KMCC ഖത്തർ ജില്ലാ പ്രസിഡന്റ് PP ജാഫർ സിദ്ദീഖ്, പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ ചിലിയിൽ, MSF മണ്ഡലം പ്രസിഡന്റ് KM ഷക്കീർ, MSF മണ്ഡലം ജനറൽ സെക്രട്ടറി ഡാനിഷ് സിയാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് വരെ ഈ ലിസ്റ്റിലുണ്ട്. PG സ്റ്റുഡൻസ് ഉണ്ട്. വിവിധ തരത്തിലുള്ള കോഴ്സുകൾ, അതായത് ഇപ്പോൾ B.Pharm പോലത്തെ അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്യുന്ന കുട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻലി ഇത് നമ്മൾ മറ്റ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പഠിക്കാൻ ഓൾമോസ്റ്റ് നല്ല കഴിവുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ പഞ്ചായത്ത് തൃത്താല പരുതൂർ കരുവാൻപടിയിൽ അധ്യാപികയെ വീട്ടിലെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക വട്ടറപ്പാറയ്ക്കൽ വീട്ടിൽ ഷഹനാസിനെയാണ് വീടിന് തൊട്ടടുത്തുള്ള കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. 31 വയസ്സായിരുന്നു. വീട്ടുകാരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ട്രോമ കെയർ അംഗങ്ങളും ചേർന്ന് പുറത്തെടുത്ത് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരുതൂർ, ചെറുകുടങ്ങാട്, കരുവാൻപടി, വട്ടറപ്പാറയ്ക്കൽ റിട്ടയർഡ് അധ്യാപകരായ അബൂബക്കറിന്റെയും സൂഫിയയുടെയും മകളായ ഷഹനാസ് അവിവാഹിതയാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.